ഞെട്ടുന്ന വാർത്തയാണ്. വി ഡി സതീശൻ്റെ കള്ളക്കളികളെല്ലാം പുറത്തേക്ക് വീഴുകയാണ്. ഇത്രയും പ്ലാൻഡായിട്ട് കേരളത്തെ മുഴുവൻ വിരൽത്തുമ്പിൽ നിർത്താൻ തിരുവനന്തപുരം തൊട്ട് ഡൽഹി വരെ കട്ടൗട്ടർ വയ്ക്കാൻ ആര് സഹായിച്ചു? അതിനുത്തരം ശ്രീ ആൽവ, ഗ്രൂപ്പ് ചെയർമാൻ ആൽവ, ഗ്രൂപ്പ് പ്രസിഡന്റ് ആൽവയുമായിട്ട്, അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റ് ആൽവയുമായിട്ട് വി ഡി സതീശൻ മീറ്റിംഗ് നടത്തിയിരിക്കുന്നു. NDA നേതാവ് ഫറൂഖിൻ്റെ വീട്ടിൽ വെച്ച്. അതിന് അദാനിയുടെ വക ചാർട്ടേഡ് ഫ്ലൈറ്റ്. ഞാൻ നിരന്തരം പറയുകയായിരുന്നു, ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായി വന്നത് മുതൽ സംശയത്തിന് നിഴലായിരുന്നു. ഒരു കോൺഗ്രസ് പ്രവർത്തകനെയും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഇൻവോൾവ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കാരണം ആരൊക്കെയാണ് കോൺഗ്രസ്സിന് വേണ്ടി ശക്തമായി പൊരുതുന്നത് എന്നുള്ളത് അദ്ദേഹം വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തെ തുണി ഉരിച്ച് പറ്റിച്ചു കളഞ്ഞു. ഇവിടെ നിരോളിച്ച ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റുകളാണ്. വീടിക്ക് വേണ്ടി, അദാനിക്ക് വേണ്ടി രഹസ്യമായി പണിയെടുക്കുകയായിരുന്നു. കേരളത്തെ വഞ്ചിക്കാൻ വീടിക്ക് കഴിയില്ല. ദൈവം കാവലാണ് കേരളത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കാവലുണ്ട്. അതുകൊണ്ട് കേരളത്തെ വഞ്ചിക്കാൻ കഴിയില്ല. ചതിയിൽ വീഴില്ല കേരളം. രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള അദാനി ഗ്രൂപ്പുമായിട്ടോ മറ്റുള്ള ഗ്രൂപ്പുമായിട്ടുള്ള യാതൊരു ബന്ധവും പാടില്ല എന്നുള്ളത്. അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വന്ന കാലം മുതൽ പുള്ളിയുടെ അഹങ്കാരത്തിൻ്റെ പുറകിൽ, ധാർഷ്ട്യത്തിൻ്റെ പുറകിലുള്ള ശക്തി കേന്ദ്രം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ മോനെ സതീശ, അല്ല ദിനേശ, ഈ വെള്ളം കേരളത്തിൽ വേവില്ല. ഈ അരി അങ്ങ് മാറ്റി വെച്ച അതാണ് മോനെ നല്ലത്. ഏതായാലും മോനെ പൊക്കി, ഇനി കേരളം നോക്കിക്കോളും. ഇത്രയും ദിവസം 4-ാം തീയതി തൊട്ട് ഇന്ന് ഈ 9-ാം തീയതി വരെയുള്ള 5 ദിവസം കേരളത്തിൽ കാണിച്ചു കൂട്ടിയ പോക്രിത്തരങ്ങൾ, പേക്കൂത്തുകൾ, ആർഗയുടെ വസതിയുടെ മുമ്പിൽ വരെ പോസ്റ്റർ എത്തി എന്നുള്ളതാണ്. ആരെത്തിച്ചു? എങ്ങനെ എത്തി? ആരാണ് ഉമ്മൻചാണ്ടിയുടെ